വൈഫിൻ്റെ ഇതാ വരച്ച് വെച്ചേക്കുന്നതാ കാണിച്ചത്. ഇതാണ് വൈഫിന്റെ ഫോട്ടോ. ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് കൊടുത്താണ്. ആ ഇത് അമ്മയുടെ പടം. ഇതൊക്കെയാണ് ഇതാണ് മോഡൽ നമ്മുടെ. അതുമായിട്ട് ഇത് മാത്രമായി ഇരുന്നാൽ നമ്മുടെ ജീവിതം നടക്കില്ല. നമ്മൾ മുകളിലേക്ക് പോകണം, ഉയരങ്ങളിലേക്ക് എത്തണം. നമ്മുടെ തൊഴിലതല്ലേ, തെങ്ങേറ്റമല്ലേ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് അവിടെ ഇരിക്കണത്. ക്ഷമയോടെ പരിശീലിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയാവുന്നവർക്ക് വേറെ അഭിപ്രായമായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത് ക്ഷമയോടെ ഇരുന്ന് പരിശീലിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ജീവിതമാർഗ്ഗമാണിത്. ഇതാണ് നമ്മുടെ ജീവിതമാർഗ്ഗം. ഉയരങ്ങളിലേക്ക് പോകാൻ പോയി അത് ലഹരി, ഇത് നമ്മുടെ അന്നം. ഇപ്പോൾ നമുക്ക് അതിൽ കുറച്ചധികം നോക്കി നിന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ ഐഡിയകൾ കിട്ടും. അതിൻ്റെ കളറുകൾ എങ്ങനെ വീണേക്കണ്, എത്ര കളറുകൾ വീണേക്കണത്. മെയിൻ പരിപാടി തന്നെ. മുകളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റും നോക്കുക, ഓരോ പ്രകൃതിയുടെ ഓരോ പല പല കാഴ്ചകൾ കാണാം, പല സീനറികൾ കാണാം. ലാൻഡ്സ്കേപ്പ് വരയ്ക്കുമ്പോഴൊക്കെ നമുക്കതൊക്കെ ഒരുപാട് ഉപകാരപ്പെടാറുണ്ട്. വേണമെങ്കിൽ പണിക്കിറങ്ങാം, സമയം നോക്കണ്ട, ടച്ച് നോക്കണ്ട, ആരുടെയും മുതലാളിയുടെ ആ സമയത്തനുസരിച്ച് നമ്മൾ നിൽക്കണ്ട, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് വന്നിരിക്കാം, വരയ്ക്കണത് മുമ്പായിരിക്കുമ്പോൾ മൂടാകുമ്പോഴത്തേക്കും ഇരുന്ന് വരയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് വർക്ക് വരുമ്പോൾ നമുക്ക് പോവുക. രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഫീൽഡാണ്. ഇത് അമ്മയുടെ പടം. ഇതൊക്കെയാണ് അമ്മ. അപ്പം അമ്മയെ നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊന്ന് വരച്ചാണ്. പക്ഷെ ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, തൃപ്തിയായിട്ടില്ല. എല്ലാരും അമ്മയെന്ന് പറയാം. അപ്പൊ എനിക്ക് സന്തോഷം. എന്റെ ഫോട്ടോ ഇല്ലെന്ന് പറഞ്ഞത്. പിന്നെ വൈഫിന്റെ അത് ഇതാണ് വൈഫിന്റെ കാണിച്ചത്. ഇതാണ് വൈഫ്. ഇതാണ് അപ്പൊ ഇതിലും മുടിക്ക് ഇതിലും വയ്ക്കാം. ഉണ്ടോ എന്തെങ്കിലും സാമ്യം ഉണ്ടോ നോക്ക്. ഇത് അമ്മ പറഞ്ഞ പോലെയാണ് നോക്ക്. പിന്നെ ഇവരൊക്കെ വരയ്ക്കണമെങ്കിൽ നമ്മൾ കുറെ നേരം നോക്കിയിരിക്കാം. വേറെ പുറത്തുനിന്ന് ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് കുറെ നേരം നോക്കിയിരിക്കാൻ പറ്റില്ല, വിഷയമാകൂലേ. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചത് മനസ്സിൽ കിടക്കുന്നതും വെച്ചുകൊണ്ട് ഷെയ്ഡും കാര്യങ്ങളും 3D എഫക്ഷൻ എങ്ങനെ കൊണ്ടുവരുന്ന കുറെ നേരം നോക്കിയിരുന്ന നമുക്ക് നമ്മുടെ ഒരു ക്ലാസ് ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതൽ. ഇവരൊക്കെ തന്നെയാണ്. പിന്നെ ഇതുമായിട്ട് ഇതാണ് മോഡൽ നമ്മുടെ. അതുമായിട്ട് ഇത് മാത്രമായി ഇരുന്നാൽ നമ്മുടെ ജീവിതം നടക്കില്ല. നമ്മൾ മുകളിലേക്ക് പോകണം, ഉയരങ്ങളിലേക്ക് എത്തണം. നമ്മുടെ തൊഴിലതല്ലേ, തെങ്ങേറ്റമല്ലേ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് അവിടെ ഇരിക്കണത്. അതിനെ നമ്മുടെ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ബാക്കിയുള്ളത് ഇതിലേക്കായിട്ട്. പിന്നെ സംശയങ്ങളിൽ കുറേ നേരം ക്ലാസ് യൂട്യൂബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയ്ഡിങ്ങിൻ്റെ ആണെങ്കിലും വരയുടെ ആണെങ്കിലും പിന്നെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം നമ്മൾ ആലോചിച്ചിട്ട് അത് മാത്രമായിട്ട് സെർച്ച് ചെയ്യും. അത് മനസ്സിലാക്കും. അതിൽ കുറേ പരിശീലനം നടത്തും, ദിവസങ്ങളോളം ചിലപ്പോൾ. അങ്ങനെ ചെയ്ത് ഒരുപാട് ബുക്കുകൾ അങ്ങനെ പരിശീലനം ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് തൃപ്തി ആകുമ്പോഴത്തേക്കും വീണ്ടും പതവർണ്ണം ഫുള്ളായിട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചിത്രം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യും. ഇതൊക്കെ ഒരു മാസങ്ങളോളം അങ്ങനെ ഇരുന്ന് വരച്ച് യൂട്യൂബിൽ നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഹൈപ്പർ റിയലിസം ആ ഒരു രീതിയിൽ ചെയ്തതാണ്. അതിൻ്റെ രോമക്കുത്തുകൾ ഉൾപ്പെടെയുള്ള അതെല്ലാം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണത്. അപ്പം അതങ്ങനെ കുറേ സെർച്ച് ചെയ്ത് തന്നിട്ടും ഇത്രയും ആക്കി എടുക്കാൻ പറ്റി. വീണ്ടും നമ്മൾ പരിശീലനം നടത്തിയിരുന്നെങ്കിൽ ഇതിലും ഭംഗിയാക്കി ചെയ്യാമായിരുന്നു. ഇത് നമ്മൾ ഇങ്ങനെ ചിത്രം മനസ്സിലുണ്ടായിരുന്നു. അത് നമ്മുടെ മുണ്ടക്കൈ ചുരുളമല ദുരന്തത്തിൽ സംഭവിച്ചപ്പോഴത്തേക്കും ആ സമയത്ത് ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് ഇതാക്കിയതാണ്. എൻ്റെ പഠനം ഇതൊക്കെ തന്നെയാണ്. യൂട്യൂബിൽ നോക്കി പഠിക്കും. പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ബാക്കി നമ്മൾ കാണുന്ന വ്യക്തികളിൽ കുറേ നേരം ഇപ്പോൾ വൈഫിനെ കാണുമ്പോൾ മോതിങ്ങനെ കുറേ നോക്കിയിരിക്കും. അല്ലെങ്കിൽ നെറ്റിയുടെ എങ്ങനെ വരാം, മൂക്കിൻ്റെ ഭാഗം എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക, ഇവിടെ ഏതൊക്കെ രീതിയിൽ വരുന്നുണ്ട്, ലൈറ്റ് വീഴുന്ന ഭാഗം, അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കിയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കേട്ടും കണ്ടും പഠിച്ചതും ഇതുമായിട്ട് നമ്മൾ ലിങ്കാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കും. അങ്ങനെ മാക്സിമം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നേരം ഇത് കിട്ടുന്ന ഫ്രീ സമയം എല്ലാം ഇതിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ എടുക്കുന്ന ഫേസ്ബുക്കും അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആണ് കൂടുതൽ ഉപയോഗിക്കണം. പിന്നെ അത് കൂടാതെ തന്നെ പരിശീലനം. നമ്മൾ എന്തൊക്കെ വായിച്ചും കേട്ടും പഠിച്ചിട്ട് കാര്യമില്ല. പരിശീലനം ഇല്ലെങ്കിൽ ഒന്നുമില്ല. പഠിച്ച് മനസ്സിലിരിക്കുകയുള്ളൂ. പക്ഷെ പുറത്തേക്ക് വന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് ഒന്നായിട്ട് തന്നെ പരിശീലനം വേണം.
അതിനുവേണ്ടി നമ്മൾ സമയം കിട്ടുന്ന സമയം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതപ്പം തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് കൂടുതലും കൊണ്ടുവരുന്നത്. ഇതൊക്കെ ആദ്യകാല ചിത്രങ്ങളിലാണ്, തുടക്ക ടൈമിൽ അക്രിലിക്കിൽ ചെയ്തതാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ഈ തുടക്കകാലം ഒരുപാട് വർഷം ആയില്ല ചേട്ടന് തുടങ്ങിയിട്ട്? ഇല്ല, ചെറുപ്പത്തിലേക്ക് വരയ്ക്കുമായിരുന്നെങ്കിലും മതിലുകൾ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നീട് ഇപ്പം മക്കളൊക്കെ വലുതായി, 2 പേര് ഇപ്പോൾ ഡ്രൈവർമാരാണ്. അവരവരുടെ തൊഴിലായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വൈകുന്നേരമുള്ള സമയത്ത് ഫ്രീ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് ആദ്യം ഒരു മലയുടെ ഒരു വെള്ളച്ചാട്ടത്തിന് പെൻസിൽ വരച്ചാണ്. അത് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫിനെ കാണിച്ചപ്പോൾ ആനയുടെ ചിത്രം ഭംഗിയായിരുന്നു പറഞ്ഞു. ആനയുടെ തുമ്പിക്കൈയാണ് ഭംഗിയായിരുന്നത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കും നല്ല ഭാവി ഉണ്ടെന്ന്. പിന്നെ എന്നാലും വിട്ടില്ല. എന്നാലും അതിലേക്ക് തന്നെ പിന്നീട് മുന്നോട്ട് പോയി. ഗ്രാഫൈറ്റ് തുടങ്ങി. പിന്നെ പെൻസിലിനെ കുറിച്ച് അറിയില്ല നമുക്ക്, ചാർക്കോൾ പെൻസിൽ കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ തൊഴിലിനനുസരിച്ച് കിട്ടുന്ന വരുമാനത്തിലൂടെ ചേർത്തലിൽ പോയി ഓരോ അവശ്യ വസ്തുക്കളെല്ലാം വാങ്ങി കൂട്ടി സ്വരൂപിച്ച ഒരുപാട് ടൂൾസൊക്കെ ഇപ്പോൾ നമുക്കുണ്ട്. അക്രിലിക്, ഓയില്, പിന്നെ ഇപ്പോൾ പൂച്ചാക്കലാർ മനോജ് എന്ന് പറഞ്ഞ അധ്യാപനം എടുത്ത് വാട്ടർ കളർ പഠിക്കാണ്ട് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ചേർന്നെങ്കിലും നമുക്ക് പോക്ക് നടക്കുന്നത് 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. 1 മാസമേ ചേർന്നിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് കല്യാണ ആവശ്യങ്ങൾ, പിന്നെ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ചയാണ് ക്ലാസ് ഉള്ളത്. അതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും വാട്ടർ കളർ പഠിച്ചെടുക്കുമ്പോൾ ഒരു ആഗ്രഹം നന്നായിട്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കുറച്ചുകൂടി എളുപ്പമാകുമെന്നുള്ള ഒരു വിശ്വാസം. പിന്നെ നമ്മൾ വരയ്ക്കുന്നതെല്ലാം വടക്കുവശം ഒരു ചേട്ടനുണ്ട്, ഒരു ദിനേശൻ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം വരയ്ക്കില്ലെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു അറിവൊക്കെ പുള്ളിക്കുണ്ട്. എല്ലാ ചിത്രകാരന്മാരെ കുറിച്ചും നല്ലൊരു ജ്ഞാനമുള്ള വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പുള്ളിക്ക് അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ളതും വലുതായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പോരായ്മകളും പുള്ളി പറഞ്ഞു തരും. അങ്ങനെ അത് വീണ്ടും തിരുത്തിയിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ പടം വരച്ചത് എനിക്കിഷ്ടമായി. പിന്നെ അത് തന്നെയല്ലേ, ചേട്ടനിവിടെ ഫുൾ ടൈം ഉണ്ടാവുമല്ലേ, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അത് കഥ വേറെയാണേ. അത് ഇതൊന്നുമല്ല കാര്യം. നേരത്തെ ഞാൻ വരുമ്പോഴത്തേക്കും വേറെ ലെവലിലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഫുൾ ടൈം നല്ല ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. നേരത്തെ അല്പം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളെ ചിലപ്പോൾ കിട്ടുമല്ലോ, ഇവിടെ ഫുള്ളായിട്ട് കിട്ടുമല്ലോ. അങ്ങനെയല്ല, ഇപ്പം ഫുൾ ടൈം ഉണ്ട്. അതൊക്കെ നിർത്തി കഴിഞ്ഞിട്ടാണ്. പക്ഷേ അത് നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. നിർത്തി കഴിഞ്ഞപ്പോൾ എപ്പോൾ നമ്മുടെ ലഹരി വരകളാണ്. അതിനെക്കുറിച്ച് ചിന്തയില്ല. പറഞ്ഞാൽ നല്ലൊരു ഇതിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. മദ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മോചനം കിട്ടാനായിട്ട് ഈ വരകളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട്. ഇതൊക്കെ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു.